ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ രാത്രിയിലും വാഴ്ത്തപ്പെടുമാറാകട്ടെ. വചനത്തെ സ്നേഹിച്ച്, ദൈവത്തെ സ്നേഹിച്ച് അല്പസമയം ദൈവസന്നിധിയിൽ ഇരുപ്പാനും മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ വചനത്തിൽ ശ്രദ്ധിപ്പാനും അതിനനുസരിച്ച് ദൈവത്തെ ക്രമപ്പെടുത്താനൊക്കെ ഒത്തിരി ആഗ്രഹിച്ച് ഇഷ്ടപ്പെട്ട് കടന്നു വന്ന എല്ലാവരെയും ഓർത്ത് വേഗം വരുന്ന യേശുക്രിസ്തു നാമത്തിൽ വന്ദനം പറയുന്നു. ഹല്ലേലൂയനെ. ഏതാനും ആഴ്ചകൾക്ക് ശേഷം നമ്മുടെ ബിജോ ബ്രദർ, ഒരു തലമുറ ബിജോ ബ്രദറിൻ്റെ ഭവനത്തിലുണ്ടായതിനെ ഓർത്ത് ദൈവത്തിന് വാഴ്ത്തുന്നു, നന്ദി പറയുന്നു. ഹല്ലേലൂയ. നാം റോമാലേഖനത്തിൻ്റെ 6-ാം അധ്യായത്തിൻ്റെ ആദ്യ വാക്യങ്ങളിൽ നിന്ന് ചിന്തിച്ച് തുടങ്ങുകയായിരുന്നു കഴിഞ്ഞ ആഴ്ചകളൊക്കെ. 6, 7, 8 അധ്യായങ്ങൾ മുഴുവനും 6, 7, 8, 3 അധ്യായങ്ങൾ മുഴുവനും വിശുദ്ധീകരണത്തെക്കുറിച്ചാണ് അപ്പസ്തോലനായ വിശുദ്ധ പൗലോസ് 3-ാം അധ്യായം 21-ാം വാക്യം മുതൽ 5-ാം അധ്യായത്തിൻ്റെ അവസാനം വരെയും നീതീകരണത്തെക്കുറിച്ച് വിശദമായി എഴുതിയ അപ്പസ്തോലൻ 6, 7, 8, 3 അധ്യായങ്ങൾ വിശുദ്ധീകരണത്തിനായിട്ടാണ് മാറ്റിവെക്കുന്നത്. ഇതിൻ്റെ ആദ്യ വാക്യങ്ങളോടനുബന്ധിച്ച് ജലസ്നാനത്തെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിച്ചു തുടങ്ങിയായിരുന്നു. നമ്മൾ വീണ്ടും ഈ വാക്യങ്ങൾ ഓരോന്നെടുത്ത് ജലസ്നാനത്തെക്കുറിച്ച് വരുന്ന ആഴ്ചകളിൽ ചിന്തിക്കും. ഞാൻ ഈ ഭാഗം ധ്യാനിച്ചുകൊണ്ടിരുന്നപ്പോൾ വിശുദ്ധീകരണത്തെക്കുറിച്ച് അല്പം കൂടെ ഡീറ്റെയിൽഡായിട്ട് നമ്മൾ ചിന്തിക്കണം എന്നെൻ്റെ മനസ്സിൽ എനിക്കൊരു ഉൾപ്രേരണയുണ്ടായതുകൊണ്ട് നമ്മൾ അല്പം കൂടെ മീറ്റിങ്ങുകൾ ഈ ഭാഗത്ത് 6, 7, 8 അധ്യായങ്ങളിൽ നിൽക്കും. ക്രൂശിക്കപ്പെട്ട് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനോടുള്ള ഏകീഭവിക്കുന്നു എന്ന സന്ദേശമാണ് ജലസ്നാനത്തിലൂടെ നമ്മൾ പ്രഖ്യാപിക്കുന്നത് എന്ന് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിച്ചു. അതിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്ന യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനം ഏറ്റവരായ നാം എല്ലാവരും അവൻ്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു. യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം. ഞാൻ അന്നേരം 1 കൊരിന്ത്യ ലേഖനത്തിൽ നിന്നുള്ളൊരു ഉദാഹരണം കാണിച്ചിരുന്നു. 10-ാം അധ്യായം 1 കൊരിന്ത്യ ലേഖനം 10-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ അതേപോലത്തെ ഒരു കാര്യം നാം കാണുന്നു. അവരെല്ലാവരും സമുദ്രത്തിലൂടെ കടന്ന് എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റ് മോശയോട് ചേർന്നു എന്ന ഒരു ഉദാഹരണം നമുക്ക് പഴയ നിയമത്തിൽ കാണുന്നത് പോലെ അവരുടെ ലീഡറിനോട് ചേർന്നതുപോലെ ജലസ്നാനത്തിലൂടെ അല്ലെങ്കിൽ വീണ്ടും ജനനത്തിലൂടെ നമ്മൾ നമ്മുടെ ലീഡറാകുന്ന നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവിനോട് ചേരുകയാണ്. അപ്പോൾ ഞാൻ ഒരു കാര്യം കൂടെ ഓർമ്മിപ്പിച്ചിരുന്നു. ജലസ്നാനം എന്ന കർമ്മം അതല്ല നമ്മെ ക്രിസ്തുവിനോട് ചേർക്കുന്നത് അല്ലെങ്കിൽ ചേർന്നവരാക്കുന്നത്. നമ്മൾ മുങ്ങുന്ന വെള്ളത്തിനോ ഒരു പ്രത്യേക സാഹചര്യത്തിനോ ഒന്നും വലിയ ശക്തിയോ പ്രത്യേകതയൊന്നുമില്ല. ഹല്ലേലൂയ. മറിച്ച് രക്ഷിക്കപ്പെട്ട് ക്രിസ്തുവിനോട് ചേരുവാൻ തീരുമാനിച്ചവർ, കൃപയാൽ വിശ്വാസത്താലുള്ള രക്ഷ ലഭിച്ചവരാണ് ജലസ്നാനം ഏൽക്കുന്നത്. Baptism signifies a fundamental truth in gospel, but it doesn't secure what it signifies. കാരണം നമ്മൾ ആ നിലയിലൊക്കെ പല തെറ്റായ പഠിപ്പീരുകൾ നമുക്കിന്ന് കാണുവാനായിട്ട് സാധിക്കും. കാരണം ഒരു ജലത്തിൽ മുങ്ങി പൊങ്ങിയത് കൊണ്ട് ഒരു വ്യക്തിയിൽ നിന്ന് ഒരു മാറ്റമൊന്നും, ഒരു മാജിക്കൽ ചേഞ്ചൊന്നും ഉണ്ടാവുന്നില്ല. പക്ഷേ ഒരു കാര്യം ഞാൻ അടിവരയിട്ട് പറയുകയാണ്. പരിശുദ്ധാത്മാവിനാൽ വീണ്ടും ജനിച്ച ഒരു വ്യക്തി വിശ്വാസ സ്നാനം സ്വീകരിക്കണം എന്നുള്ളത് ദൈവവചനത്തിലെ മാറ്റമില്ലാത്ത പഠിപ്പീരാണ്. ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഒരു സത്യമാണ്. പരിശുദ്ധാത്മാവിനാൽ രക്ഷിക്കപ്പെട്ട് വീണ്ടും ജനിച്ച വ്യക്തി വിശ്വാസ സ്നാനം ഏൽക്കണമെന്നുള്ളത്. ഹല്ലേലൂയ. അതിലൊരു മാറ്റവുമില്ല. അന്നേരം ഞാൻ പറഞ്ഞിരുന്നു, പഴയ അപ്പസ്തോല പ്രവൃത്തികൾ ആദിമ നൂറ്റാണ്ടിൽ
രക്ഷിക്കപ്പെട്ടവർ സ്നാനപ്പെടാത്തവരായിട്ടുള്ള ഒരു ഗ്രൂപ്പ് നമ്മൾ കാണുന്നില്ല. ഹല്ലേലൂയ. പല ന്യായങ്ങളും പ്രതിവാദങ്ങളൊക്കെ ഉണ്ടാകാം, പക്ഷെ ദൈവവചനം ഇതാണ് പഠിപ്പിക്കുന്നത്. ഹല്ലേലൂയ. ഈ ഭാഗത്തെ പ്രതിപാദ്യ വിഷയം വിശുദ്ധീകരണമാണല്ലോ. അല്പം കൂടെ ഒരു ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻ, വിശുദ്ധീകരണം, സാങ്ക്ടിഫിക്കേഷൻ, അതിനെക്കുറിച്ച് പറയുവാനായിട്ട് ആഗ്രഹിക്കുക. വിശുദ്ധീകരണത്തിന് 3 തലങ്ങളാണുള്ളത്. വിശുദ്ധീകരണത്തിന് 3 ഫേസസ് ഉണ്ട്. ഒന്ന് പൊസിഷണൽ സാങ്ക്ടിഫിക്കേഷൻ. പൊസിഷണൽ സാങ്ക്ടിഫിക്കേഷൻ എന്താണെന്ന് നമുക്ക് പതുക്കെ, ഞാൻ അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ മാത്രം ഇന്ന് പറയാം. തുടർന്നുള്ള ആഴ്ചകളിൽ നമ്മൾ അതിനെക്കുറിച്ച് അല്പം കൂടെ ചിന്തിക്കണമെന്ന് ഞാനിങ്ങനെ എൻ്റെ ഉള്ളിൽ ആത്മാവ് അങ്ങനെ ഒരു പ്രേരണ വന്നുകൊണ്ട് ഞാനത് വീണ്ടും ആദ്യ ഭാഗത്തേക്ക് തന്നെ തിരിച്ചു വരുന്നത്. രണ്ടാമത്തത് പ്രാക്ടിക്കൽ ആൻഡ് പ്രോഗ്രസീവ് സാങ്ക്ടിഫിക്കേഷൻ. പ്രാക്ടിക്കൽ ആൻഡ് പ്രോഗ്രസീവ് സാങ്ക്ടിഫിക്കേഷൻ. ഒന്നാമത്തത് പൊസിഷണൽ സാങ്ക്ടിഫിക്കേഷൻ. എന്താണത് എന്ന് നമുക്ക് ചിന്തിക്കാം. മൂന്നാമത് പെർഫെക്റ്റ് സാങ്ക്ടിഫിക്കേഷൻ. പെർഫെക്റ്റ്, പൊസിഷണൽ, പ്രാക്ടിക്കൽ ആൻഡ് പ്രോഗ്രസീവ്. മൂന്നാമത്തത് പെർഫെക്റ്റ് സാങ്ക്ടിഫിക്കേഷൻ. നമ്മളൊരു ഡിക്ഷണറി നോക്കിയാൽ പൊസിഷണൽ എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ഉന്നത പദവി, യഥാസ്ഥാനം എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥങ്ങൾ. ഉന്നത പദവി, യഥാസ്ഥാനം. അതായത് ഒരു വ്യക്തി സ്ഥാനം തെറ്റിക്കിടക്കുകയായിരുന്നു, ആ വ്യക്തിയെ പിടിച്ച് സ്ഥാനത്താക്കി. ഞാൻ ഇരിക്കേണ്ടിരുന്നിടത്തല്ല ഞാൻ ഇരുന്നിരുന്നത്, ദൈവം എന്നെ പിടിച്ച് ഞാൻ ഇരിക്കേണ്ടെന്നിടത്തിരുത്തി. പൊസിഷണൽ സാങ്ക്ടിഫിക്കേഷൻ. കർത്താവിനെ കുറിച്ച് പറയുന്നത് എന്താ? അവനെ ഉയർപ്പിച്ച് സ്വർഗസ്ഥലങ്ങളിൽ ഇരുത്തിയിരിക്കുന്നു. ഇതേപോലെ തന്നെയാ നമ്മൾ. ബ്രദറെ, ഞാനിപ്പോൾ ഖത്തറിൽ അൽഖോറിലല്ലേ ഇരിക്കുന്നത്, അല്ല ഞാൻ ദോഹയിലല്ലേ ഇരിക്കുന്നത്, ഞാനിപ്പോൾ ഈ ചെയറിൻ്റെ മുകളിലല്ലേ ഇരിക്കുന്നത്. ഹല്ലേലൂയ. പക്ഷെ നമ്മുടെ അകത്തെ മനുഷ്യനെ ദൈവം വേറൊരു പൊസിഷനിലാണ് ഇരുത്തിയിരിക്കുന്നത്. ഹല്ലേലൂയ. നമ്മുടെ അകത്തെ മനുഷ്യൻ മറ്റുള്ളവർ നോക്കുമ്പോൾ, നമ്മുടെ കൂട്ടുകാർ നോക്കുമ്പോൾ, നമ്മുടെ ബന്ധുക്കൾ നോക്കുമ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഇരിക്കുന്നത്, പക്ഷെ വീണ്ടും ജനിച്ച ഒരു വ്യക്തിക്കറിയാം ഞാൻ എവിടെയാ ഇരിക്കുന്നത് എന്നുള്ളത്. പൊസിഷണൽ സാങ്ക്ടിഫിക്കേഷൻ. നമ്മളിതിനെ, ഈ പൊസിഷണൽ എന്ന വാക്കിന് മറ്റൊരർത്ഥം കൂടെ ഉണ്ട്. മാനസിക ഭാവം. മാനസിക ഭാവം എന്ന് വെച്ചാൽ എൻ്റെ പൊസിഷൻ എന്താണ്? ഞാൻ ക്രിസ്തുവേശുവിൽ എന്നെ ക്രിസ്തുവേശുവിൽ രാജകീയ പുരോഹിത വർഗമായി ഇരുത്തിയിരിക്കുന്നുള്ളത് എൻ്റെ അകത്തുള്ളൊരറിവാണ്. എൻ്റെ അകത്തുള്ളൊരറിവാണ്. പുറത്തു നോക്കുമ്പോൾ ഞാൻ എവിടെയാണ് ഇരിക്കുന്നത്? ഈ ചെയറിൽ എവിടെ ഇരിക്കുന്നു? പക്ഷെ എൻ്റെ ഉള്ളങ്ങളിൽ എനിക്കറിയാം ഞാൻ ആരാണ്. ഹല്ലേലൂയ. എന്നെ ദൈവം എവിടെയാ ഇരുത്തിയിരിക്കുന്നത്, ഇനി ഞാൻ എവിടെയാ ഇരിക്കാൻ പോകുന്നത്. ഹല്ലേലൂയ. ഇന്നലെ വരെ, ഉദാഹരണം പറഞ്ഞാൽ, ഇന്നലെ വരെ ഒരു പിയൂണായിട്ട് ഒരു ഓഫീസിന്റെ പുറത്ത് ഒരു ചെയർ ഇട്ട്, ഒരു സ്റ്റൂളിട്ട്, ആ സ്റ്റൂളിൽ ഇരുന്ന എന്നെ എങ്ങനെയോ ഇന്ന് മാനേജർ ആവാനായിട്ടുള്ള പൊസിഷൻ നിന്നു. നാളെ ഞാൻ ഇരിക്കേണ്ടത് ആ സ്റ്റൂളിലല്ല, മാനേജർ ഇരിക്കേണ്ട പൊസിഷനിലാണ് ഇരിക്കേണ്ടത്. ഞാൻ വരുന്ന കാറ് മാറി, എൻ്റെ ഇരിപ്പിടം മാറി, എൻ്റെ ഉടുപ്പ് മാറി, എൻ്റെ രീതി മാറി, എൻ്റെ സ്ഥലം മാറി, എൻ്റെ മനോഭാവം മാറി, എൻ്റെ ചിന്തകൾ മാറി, എൻ്റെ പ്രവൃത്തികൾ മാറി. എപ്പോ? ഇരിക്കുന്ന സ്ഥലം മാറിയപ്പോൾ. നമ്മളെക്കുറിച്ച് ഇതാ.
നമ്മൾ പണ്ട് എവിടെയായിരുന്നു? പണ്ട് ഞാനൊരു പിയൂണായിട്ട് ഇരുന്നത് പോലെയല്ല ഇനി എൻ്റെ ചിന്താഗതി, എൻ്റെ പ്രവർത്തികൾ അങ്ങനെയല്ല. എൻ്റെ ഫിസിക്കൽ അപ്പിയറൻസ് അങ്ങനെയല്ല. ഫിസിക്കൽ അപ്പിയറൻസ് മാറി. പിയൂണായിരുന്നപ്പോൾ ഞാനൊരു ഷർട്ടും ഒരു പാൻറ്റും, ഇന്ന് അങ്ങനെയല്ല. ഹല്ലേലൂയ. നമ്മൾ അറിയണം നമ്മുടെ പൊസിഷൻ എന്താണ്. എപ്പോഴും നമ്മുടെ ഉള്ളിൽ ഈ ഒരു ബോധ്യം ഉണ്ടായിരിക്കണം. ഈ ബോധ്യം നമ്മളിൽ, ആ അകത്തെ മനുഷ്യനിൽ ദൈവം എവിടെയാണ് ഇരുത്തിയിരിക്കുന്നുള്ളൊരു ബോധ്യം നമ്മളെ ഭരിക്കാൻ തുടങ്ങുമ്പോഴാണ് നമ്മുടെ സംസാരം, നമ്മുടെ പ്രവർത്തികൾ, നമ്മുടെ ചിന്താഗതികൾ ഒക്കെ മാറുന്നത്. അതാ ഞാൻ പറഞ്ഞ പൊസിഷണൽ സാങ്ക്ടിഫിക്കേഷൻ. വിശുദ്ധീകരണത്തിന്റെ ഒന്നാമത്തെ സ്റ്റെപ്പാണ് പൊസിഷണൽ സാങ്ക്ടിഫിക്കേഷൻ. ഹല്ലേലൂയ. ഇവിടെ ഒരു പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ, ഞാൻ ഇത്രയും നാൾ പിയൂൺ ആയിരുന്നത് കൊണ്ട്, ഞാൻ മാനേജറിന്റെ സ്ഥലത്താണ് ഇരിക്കുന്നതെങ്കിലും ഞാൻ ഇത്രയും നാൾ മാനേജർ അല്ലായിരുന്നല്ലോ. അതുകൊണ്ട് അതിനെ അങ്ങോട്ട് പൂർണ്ണമായിട്ട് ഉൾക്കൊണ്ട് മാറാൻ പറ്റുന്നില്ല. അവിടെ ഒരു സ്ട്രഗിൾ ഉണ്ട്. ഹല്ലേലൂയ. അതാണ് അടുത്ത ലെവല്, പ്രാക്ടിക്കൽ പ്രോഗ്രസീവ് സാങ്ക്ടിഫിക്കേഷൻ. ഞാൻ അതിൻ്റെ ആ വാക്കുകളുടെ അർത്ഥം മാത്രമേ പറഞ്ഞു പോകുന്നുള്ളൂ. നമുക്ക് തുടർന്ന് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്ന് ചിന്തിക്കണം. കാരണം ഹല്ലേലൂയ, നമുക്ക് വചനം പറയുന്നത് പോലെ തിരുവെഴുത്തുകളെ അറിയായികയാൽ അവർ തെറ്റിപ്പോകും. നമ്മൾ അറിഞ്ഞിരിക്കണം എന്താണ് അപ്പസ്തോലൻ ഉദ്ദേശിക്കുന്നുണ്ട്. രണ്ടാമത്തേത് പ്രോഗ്രസീവ് സാങ്ക്ടിഫിക്കേഷൻ. ഹല്ലേലൂയ. ഇതൊരു വലിയ ഒരു സ്ട്രഗിൾ ഏരിയയായ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഏകദേശം 5 ലക്ഷത്തോളം അതിലധികം വരുന്ന ഇസ്രായേൽ ജനത്തെ മിസ്രയീമിൽ നിന്ന് ഒരൊറ്റ ദിവസം കൊണ്ട് മോശയുടെ നേതൃത്വത്തിൽ ദൈവം അവരെ പുറത്താക്കി. Just one night. But it took more than 40 years. മിസ്രയീമിനെ ഇവരുടെ ഉള്ളിൽ നിന്ന് മാറ്റാൻ. പറഞ്ഞു മനസ്സിലായോ? ഈ ഇസ്രായേലിനെ ദൈവം പുറത്തു കൊണ്ടുവന്ന പ്രക്രിയ ഈ നീതീകരണം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ആ പൊസിഷൻ, അവരെ ഒരു പൊസിഷൻ അവിടുന്ന് മിസ്രയീം എന്ന് പറയുന്ന ആ പൊസിഷൻ മാറ്റി ദൈവത്തിൻ്റെ ആ സംരക്ഷണത്തിന് കീഴിലോട്ട് കൊണ്ടുവരിക. പക്ഷേ ഇവരിത്രയും നാൾ, ഏകദേശം 400 വർഷത്തോളം അവിടെയായിരുന്നു. മിസ്രയീം അവരുടെ ഉള്ളിൽ കിടക്കുക. ഇവരുടെ ഉള്ളിൽ നിന്ന് ഈ മിസ്രയീം എന്ന ചിന്താഗതിയെ മാറ്റാൻ ഒരു ദിവസം ഒരു രാത്രി പോരാ, അതിന് സമയമെടുക്കും. ആ ഏരിയയാണ് പ്രോഗ്രസീവ് പ്രാക്ടിക്കൽ സാങ്ക്ടിഫിക്കേഷൻ. എന്താ ഈ പ്രാക്ടിക്കൽ എന്ന് വച്ചാൽ എൻ്റെ അർത്ഥം? ഹല്ലേലൂയ. ഈ പ്രോഗ്രസീവ് പ്രാക്ടിക്കൽ സാങ്ക്ടിഫിക്കേഷൻ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഒരു വ്യക്തിയെ, അവനെ ആ ഉദാഹരണം എടുത്താൽ, അവനെ പിയൂണായിരുന്നു, അവനെ മാനേജറായിട്ട് കൊണ്ട് ഇരുത്തി. അവൻ അതിൽ തുടരണം. അവൻ തുടർന്നും അവിടെ ഇരിക്കണം. അവൻ തുടർന്നും അതുപോലെ പ്രവർത്തിക്കണം. അതാണ് ആ ഭാഗത്ത് നമ്മൾ മനസ്സിലാക്കുന്നത്. പ്രാക്ടിക്കൽ എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം പ്രായോഗികം അല്ലെങ്കിൽ പതിവായി തീർന്ന പ്രവർത്തനം. ഈ 2 അർത്ഥങ്ങളാണ് അതിന് മലയാളത്തിലുള്ളത്. പ്രാക്ടിക്കൽ എന്ന് വെച്ചാൽ പ്രായോഗികമായിട്ടുള്ളത്, പതിവായി തീർന്ന പ്രവർത്തനം. പതിവായി നമ്മൾ എന്താ ചെയ്യുന്നത്? പതിവായി നമ്മൾ കിടക്കുന്നു, എഴുന്നേൽക്കുന്നു, പല്ല് തേക്കുന്നു, കുളിക്കുന്നു, ആഹാരം കഴിക്കുന്നു, ഉടുപ്പ് മാറ്റുന്നു, ജോലിക്ക് പോകുന്നു, വാഹനം ഓടിക്കുന്നു. ഇതെല്ലാം നമ്മൾ പതിവായി ചെയ്യുന്നതാണ്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഈ മാനേജറിൻ്റെ പൊസിഷനിൽ എന്നെ ഇരുത്തിയെങ്കിൽ ആ പൊസിഷനിൽ ഞാൻ പതിവായിരിക്കണം. പതിവായി അതേ വസ്ത്രം തന്നെ ധരിക്കണം. പതിവായി അതേ പ്രവൃത്തി തന്നെ ചെയ്യണം. നമ്മൾ വല്ലപ്പോഴും ഒന്നുമല്ലോ നമ്മുടെ ദിനചര്യകൾ ചെയ്യുന്നത്. നമ്മൾ പതിവായി ചെയ്യുന്ന കാര്യമില്ല. അല്ല ആഴ്ച ഒന്ന് ചെയ്യുള്ളൂ, അല്ലല്ലോ. ഇത് തന്നെയാണ് നമ്മുടെ ആത്മീയ ജീവിതത്തിലും പ്രിയരെ. പതിവായി ചെയ്യണം.
അതുകൊണ്ടാണ് ഇതിനെ പ്രാക്ടിക്കൽ എന്ന് പറയുന്നത്. പതിവായി തീർന്ന പ്രവർത്തനം. ഹല്ലേലൂയ. നമുക്ക് പറ്റുന്നത് ആഴ്ച ഒരു ദിവസം ചെയ്യും, അല്ലെങ്കിൽ ആഴ്ച 2 ദിവസം ചെയ്യും, അല്ലെങ്കിൽ ഉപവാസ പ്രാർത്ഥന ഉള്ള സമയത്ത് ചെയ്യും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദൈവദാസന്റെ മെസ്സേജ് കേൾക്കുമ്പോൾ ഒരു ആത്മീയ ഒരു ഉത്തേജനമൊക്കെ ഉണ്ടായി, ഒരു ആത്മാവിൻ്റെ ചെറിയ പ്രവർത്തനമൊക്കെ വന്നു, അന്നേരം നമ്മൾ 1-2 ദിവസം ചെയ്യും. ഇങ്ങനെയല്ല ദൈവവചനം അനുശാസിക്കുന്നത്. ഇങ്ങനെയല്ല. ഇത് പതിവായി തീർന്ന പ്രവർത്തനം ആകണം. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഇന്ന് നമുക്ക് പലർക്കും തുടക്കം നന്നായിട്ടുണ്ട്, പക്ഷേ അതിൻ്റെ ഇപ്പോൾ നമ്മൾ എവിടെയാണ് കിടക്കുന്നത്? അതുകൊണ്ടായി കൂട്ടായ്മകളും വചനധ്യാനങ്ങളും വചന കേൾവിയൊക്കെ വേണമെന്ന് പറയുന്നത്. നമ്മൾ നിരന്തരം റിമൈൻഡ് ചെയ്തുകൊണ്ടിരിക്കണം പ്രിയരെ. ഹല്ലേലൂയ. നമ്മളെ എപ്പോഴും നിരന്തരം റിമൈൻഡ് ചെയ്തുകൊണ്ടിരിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രോഗ്രസീവ് എന്ന് വെച്ചാൽ അർത്ഥം എന്താ? പ്രോഗ്രസീവ് അതിൻ്റെ മലയാള അർത്ഥം എന്താ? മുന്നേറുന്ന, പടിപടിയായി വളരുന്ന. ഇത് റെഗുലറായിട്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാകുമ്പോഴാണ് ഇത് മുന്നേറുന്നതാകുന്നത്. വിശുദ്ധീകരണം എന്നുള്ളത് മുന്നേറുന്നതായിരിക്കണം. വിശുദ്ധീകരണം എന്നുള്ളത് പടിപടിയായി വളരുന്നതായിരിക്കണം. പുരോഗമനാത്മകമായിട്ടുള്ളതാണ്, വർദ്ധിക്കുന്നതായിരിക്കണം. എങ്കിലേ മൂന്നാമത്തെ പടിയിലേക്ക് നമ്മൾ കടക്കുകയുള്ളൂ. മൂന്നാമത്തെ എന്താ? പെർഫെക്റ്റ് സാങ്ക്ടിഫിക്കേഷൻ. ഓ ബ്രദറെ, അങ്ങനെയൊക്കെ ഒരു കാര്യം ഉണ്ടോ? പെർഫെക്റ്റ് സാങ്ക്ടിഫിക്കേഷൻ, കുറ്റമറ്റ, തികഞ്ഞ. യാക്കോബിന്റെ ലേഖനത്തിൽ നമ്മൾ പ്രകാരം വായിക്കുന്നില്ലേ? നിങ്ങൾ ഒന്നിലും കുറ്റമില്ലാതെ തികഞ്ഞവരും സമ്പൂർണരുമായി തീരണം. ഒന്നിലും കുറ്റമില്ലാതെ, പരിപൂർണമായ, സമഗ്രമായ. അതായത് എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഏരിയ പോലും കാണരുത് വിശുദ്ധീകരണത്തിൻ്റെ ലാഞ്ചന, അല്ലെ വിശുദ്ധീകരണത്തിൻ്റെ ഏരിയ ടച്ച് ചെയ്യാത്തത്. അല്ലെ സമഗ്രമായ, എന്നാ പെർഫെക്റ്റ് എന്നതിൻ്റെ അർത്ഥങ്ങൾ. അക്ഷയമായ, അക്ഷയനായ ദൈവത്തെ പോലെ അക്ഷയമായ, ക്ഷയിക്കാത്തതായ. ഹല്ലേലൂയ. ഈ സമഗ്രമായ എന്ന് പറയുമ്പോൾ നമുക്ക് പറ്റുന്ന കാര്യങ്ങളിലൊക്കെ നമ്മൾ വിശുദ്ധിയോടെ ആയിരിക്കും. എന്നാൽ നമുക്ക് പേഴ്സണലായിട്ട് അറിയാം ഏത് ഏരിയയ, ഏത് മേഖലയാ എൻ്റെ ജീവിതത്തിൽ ഇനിയും ഞാൻ ആ ക്രമത്തിലേക്ക് വരാനുള്ളത്. അവിടെയും ക്രമപ്പെട്ടില്ലെങ്കിൽ ഈ വിശുദ്ധീകരണത്തിൻ്റെ പ്രോഗ്രസ് ഉണ്ടാവത്തില്ല. വിശുദ്ധീകരണത്തിൻ്റെ പടിപടിയായിട്ടുള്ള മുന്നേറ്റം ഉണ്ടാകത്തില്ല. എന്തുകൊണ്ടാണ് നമ്മൾ രക്ഷിക്കപ്പെട്ടിട്ടും വിശുദ്ധിയിൽ വളരാതെ? ഇപ്പം പെർഫെക്റ്റ് സാങ്ക്ടിഫിക്കേഷൻ ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. അതായത് ആത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു ജീവിതം, അതാ പെർഫെക്റ്റ് സാങ്ക്ടിഫിക്കേഷൻ. എൻ്റെ സെൽഫല്ല, എന്നെ ആത്മാവ് നയിച്ചുകൊണ്ട് ഞാൻ ജീവിക്കുന്നൊരു ജീവിതമുണ്ട്. ഹല്ലേലൂയ. ആത്മാവ് നയിച്ചുകൊണ്ട് ജീവിക്കുന്ന ജീവിതമാണെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ലൂസ് എൻഡ്സ് കാണത്തില്ല. ലൂസ് എൻഡ്സ്, ക്രമപ്പെടാത്ത എൻഡുകൾ, ഏരിയകൾ കാണത്തില്ല, കാണരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഞാൻ 3 കൂട്ടങ്ങളാണ് പറഞ്ഞത്: പൊസിഷണൽ സാങ്ക്ടിഫിക്കേഷൻ, പ്രാക്ടിക്കൽ സാങ്ക്ടിഫിക്കേഷൻ, പെർഫെക്റ്റ് സാങ്ക്ടിഫിക്കേഷൻ. ഈ 3 ഈ അധ്യായങ്ങളിൽ എങ്ങനെയാണ് അപ്പസ്തോലൻ വിവരിച്ചിരിക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. 6, 7, 8 അധ്യായങ്ങൾ അതെങ്ങനെയാണ് ആ പൊസിഷൻ, ഈ 3 കാര്യങ്ങൾ അപ്പസ്തോലൻ ചെയ്തിരിക്കുന്നത് എന്ന് നോക്കിയാൽ, ഹല്ലേലൂയ. റോമാലേഖനം 6-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളാണ് ആ പൊസിഷണൽ സാങ്ക്ടിഫിക്കേഷൻ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. റോമാലേഖനം 6-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ളത്. ഞാൻ ഇതിന് മുൻപൊരു വിഭജനം പറഞ്ഞിരുന്നു. നമ്മൾ ഈ രീതിയിൽ ചിന്തിക്കുമ്പോൾ അല്പം കൂടെ നമ്മളൊന്ന് വിശദമായിട്ട് ഈ അധ്യായങ്ങളെ ഒന്ന് മനസ്സിലാക്കുവാനായിട്ട് ശ്രമിക്കുക. കാരണം രക്ഷിക്കപ്പെട്ട പലർക്കും ആ രക്ഷിക്കപ്പെട്ട അവസ്ഥയിൽ തന്നെയാണ് കിടക്കുന്നത്, വളരുന്നില്ല അവർ.
അപ്പോൾ നമ്മൾ ഈ 3 അധ്യായങ്ങൾ പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കി, എന്താ ഞാൻ വളരാത്തത്, എന്താ എന്നിൽ ആ നിലയിൽ ദൈവത്തിന് പ്രയോജനമാവണ്ണം എൻ്റെ ജീവിതം മാറ്റപ്പെടാത്തത്. അപ്പോൾ ഈ അധ്യായങ്ങൾ പഠിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാവും, എവിടെയാണ് ഞാൻ ക്രമപ്പെടാനുള്ളത്, എവിടെയാണ് എനിക്ക് തെറ്റിപ്പോയിരിക്കുന്നത്. ചിലപ്പോൾ എൻ്റെ അണ്ടർസ്റ്റാൻഡിങ് തെറ്റായിരിക്കാം. നമ്മൾ ഇപ്പം നമുക്കിവിടെ നേഴ്സുമാരുണ്ട്, വളരെ സിൻസിയർ നേഴ്സാണ്, വളരെ സ്നേഹത്തോടെയും സിൻസിയറിറ്റിയോടെയും വളരെ ഇഷ്ടത്തോടെ ഒരു രോഗിക്ക് ആ രോഗിയുടെ അസുഖം മാറണം എന്ന ആഗ്രഹത്തോട് തന്നെ ജോലി ചെയ്യുന്നൊരു വ്യക്തിയാണ്. പക്ഷേ കൊടുക്കേണ്ടുന്ന മരുന്ന് കറക്റ്റ് അല്ലെങ്കിൽ എത്ര സിൻസിയറിറ്റി ഉണ്ടെങ്കിലും രോഗം മാറില്ല, അല്ലേ? ഇന്ന് പലരും ഭയങ്കര സിൻസിയറായിട്ടാണ്. പക്ഷെ എന്താ അവിടെ ഞാൻ പറഞ്ഞില്ല, എന്താണ് വചനത്തിൽ പറഞ്ഞിരിക്കുന്നത്, എന്താണ് വചനം അനുശാസിക്കുന്നത്, എന്താണ് അപ്പസ്തോലന്മാർ എഴുതി വച്ചിരിക്കുന്നത്, അതിൻ്റെ ശരിയായ അർത്ഥം എന്തെന്ന് മനസ്സിലാക്കി ആ നിലയിൽ നമ്മെ ക്രമീകരിച്ചെങ്കിലേ ഈ പ്രോഗ്രസ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുകയുള്ളൂ. നമ്മൾ ചിലപ്പോൾ സിൻസിയറായിട്ടായിരിക്കും ചെയ്യുന്നത്. ഹല്ലേലൂയ. സിൻസിയറിറ്റി മാത്രം പോരാ, അതിൻ്റെ കൃത്യമായ അറിവും കൂടെ വേണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ 6-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളാണ് പൊസിഷണൽ സാങ്ക്ടിഫിക്കേഷൻ. നമ്മൾ ആ ഭാഗമാണ് കഴിഞ്ഞ ആഴ്ചകളിൽ നമ്മളൊന്ന് ചിന്തിച്ച് 1-2 ആഴ്ച നമ്മൾ ചിന്തിച്ച് തുടങ്ങിയത്. ഞാൻ പറഞ്ഞു, വിശുദ്ധീകരണം എന്നുള്ളത് കൃപ നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നൊരു കാര്യമാണ്. നിങ്ങൾ ഓർക്കുന്നുണ്ടെങ്കിൽ, കൃപ നമ്മളെ നീതീകരിക്കുക മാത്രമല്ല, നമ്മളെ തേജസ്കരിക്കുക മാത്രമല്ല, നമ്മെ വിശുദ്ധീകരിക്കുകയും ചെയ്യുന്നത് കൃപയാലാണ്. ഈ ഒരു ബോധ്യം, ഈ ഒരു അറിവ് നമ്മളിൽ നിന്ന് മാറുമ്പോൾ തന്നെ ആ വചനത്തിൻ്റെ ട്രാക്കിൽ നിന്ന് മാറി നമ്മളതൊക്കെ മനസ്സിലാക്കും. 1 by 1 ആയിട്ട് ദൈവം അനുവദിച്ചാൽ തുടർന്ന് വരുന്ന മീറ്റിങ്ങുകൾ. ഈ ഭാഗം 6-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 10 വരെയുള്ള ഭാഗത്താണ് പൊസിഷണൽ. അവിടെ പൊസിഷണൽ സാങ്ക്ടിഫിക്കേഷനെ കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ 6-3 പുസ്തകം പറയുന്നില്ലേ, യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവൻ്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? നിങ്ങൾ ആ ഭാഗം ഒന്ന് വായിച്ചു നോക്കിയാൽ കുറേ ഭാഗത്ത് അപ്പോസ്തലൻ പറയുന്നത് അറിയുന്നില്ല. ഡോണ്ട് യു നോ നിങ്ങളുടെ സ്നാനം എന്തിനാണെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? നിങ്ങളെ എന്തിലേക്കാ വിളിച്ചിരിക്കുന്നത് നിങ്ങൾ അറിയുന്നില്ലയോ? നോവിങ്, അറിയുക. നിങ്ങൾക്ക് നിങ്ങളെ തന്നെയുള്ളൊരു ബോധ്യമുണ്ടായിരിക്കണം, അറിവുണ്ടായിരിക്കണം. ഞാൻ പണ്ട് ആയിരുന്ന സ്ഥലത്തല്ല രക്ഷിക്കപ്പെട്ട് ദൈവമകനായപ്പോൾ ദൈവം എന്നെ ഇരുത്തിയിരിക്കുന്നുള്ള അറിവുണ്ടോ എന്ന് നിങ്ങൾക്ക്, അത് അപ്പോസ്തലൻ ചോദിക്കുന്ന, നിങ്ങൾക്ക് ആ അറിവുണ്ടോ? ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞ ഉപമയ്ക്കകത്ത് നമ്മൾ എന്താ വായിക്കുന്നത്? അവന് സുബോധം വന്നപ്പോൾ തൻ്റെ അപ്പൻ്റെ ഭവനത്തിലേക്ക് മടങ്ങി വന്നു. ഹല്ലേലൂയ, അല്ലേ? ധൂർത്തപുത്രൻ്റെ ഉപമയിൽ നമ്മളതല്ലേ കാണുന്നത്. അവനെക്കുറിച്ചുള്ള ബോധം വന്നു. അവൻ ആരാ, അവൻ ആരുടെ മകനാ, അവൻ എവിടെ ഇരിക്കേണ്ടവനാ എന്ന ബോധം വന്നപ്പോഴാണ് അവൻ മടങ്ങി വന്നത്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നമ്മുടെ ജീവിതത്തിലും നമുക്ക് ഈ ഒരു തിരിച്ചറിവ് നഷ്ടപ്പെടുമ്പോഴല്ലേ ഈ ഒരു ബോധം നമ്മുടെ ആ കോൺഷ്യസ് മൈൻഡിൽ നിന്ന് നമ്മളൊരു പാപ അവസ്ഥയുടെ മുനമ്പിൽ നിൽക്കുമ്പോൾ ഞാൻ ദൈവമകനാണെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ റിമൈൻഡ് ചെയ്തുകൊണ്ടിരിക്കും. ഇത് ചെയ്യാൻ എനിക്ക് പ്രമാണമില്ല. എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർ, എനിക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട് അങ്ങനെ. ഇതിനെനിക്ക് പ്രമാണമില്ല. ഹല്ലേലൂയ. നമ്മൾ പറയുക, ഡോണ്ട് യു നോ, നീ ആരാ നിനക്കറിയില്ലേ?
നീ ദൈവമകനാ മകളാണെന്ന് അറിവില്ലേ? നിനക്കിത് ചെയ്യാൻ പ്രമാണമില്ലല്ലോ. ഈ അറിവാ നമ്മെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുപോലെ സുബോധം വരുമ്പോഴാ പാപമുഖത്ത് നിന്ന് നമ്മൾ പിന്തിരിഞ്ഞു പോകുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പണ്ട് ഞാൻ ആരായിരുന്നു? പണ്ട് അതിക്രമങ്ങളാലും പാപങ്ങളാലൊക്കെ മരിച്ചു കിടന്നിരുന്ന ഒരു വ്യക്തിയായിരുന്നു. ഇപ്പം എനിക്ക് ബോധം വന്നു. ഇപ്പം ഞാൻ ആരാ? ഇപ്പം ഞാൻ ദൈവത്തിൻ്റെ മകനാ. എൻ്റെ പ്രിയരെ, നമുക്ക് വി ആർ വെൽ അവെയർ ഓഫ് അവർ റൈറ്റ്സ്. എന്താ നമ്മുടെ റൈറ്റ്സ്? നമ്മൾ ദൈവമകനാ, ദൈവത്തിൻ്റെ ആ പ്രൊട്ടക്ഷൻ അകത്തുള്ളവനാ, നിത്യതയ്ക്കായിട്ട് നമ്മളെ സൂക്ഷിച്ചിരിക്കുന്നവരാ. നമുക്ക് റൈറ്റ്സിനോടൊപ്പം നമുക്ക് ഡ്യൂട്ടീസും ഉണ്ട് പ്രിയരെ. നമുക്ക് റൈറ്റ്സ് മാത്രമല്ല, നമുക്ക് ഡ്യൂട്ടീസും ഉണ്ട്. എല്ലാം നല്ലതാ, പക്ഷെ എനിക്കെല്ലാം പ്രയോജനമുള്ളതല്ല, എനിക്കെല്ലാം അനുവദനീയമുള്ളതല്ല. ഹല്ലേലൂയ. അപ്പോസ്തലനായ പൗലോസ് പണ്ട് നിങ്ങൾ ഈ വകക്കാരായിരുന്നു എന്നറിയുന്നില്ലയോ? പക്ഷെ ഇപ്പോൾ I am not the old PU now. Now I am the manager. പണ്ടത്തെ ആ പിയൂണല്ല ഞാൻ മാനേജറാണ്. ആ അർത്ഥം മനസ്സിലാക്കാനായിട്ട്, അത് വേഗം നിങ്ങൾക്കത് ഗ്രഹിക്കാനായിട്ട് ഞാൻ ആ ഉദാഹരണം പറയുന്നു. പൊസിഷണൽ സാങ്ക്ടിഫിക്കേഷൻ. നമ്മൾ മനസ്സിലാക്കണം, ഞാൻ ആരാ, എന്നെ എവിടെയാണ് ദൈവം ഇരുത്തിയിരിക്കുന്നത്. ഹല്ലേലൂയ. 6-ാം അധ്യായത്തിൻ്റെ 11 മുതൽ അതിൻ്റെ അവസാന വാക്യം വരെ, 23-ാമത്തെ വാക്യം വരെയാണ് പ്രാക്ടിക്കൽ പ്രോഗ്രസീവ് സാങ്ക്ടിഫിക്കേഷനെ കുറിച്ച് അപ്പോസ്തലൻ പറയുന്നത്. പ്രാക്ടിക്കൽ പ്രോഗ്രസീവ്, പ്രായോഗികവും വളരുന്നതുമായ വിശുദ്ധ ജീവിതം, വിശുദ്ധീകരണം, പ്രാക്ടിക്കൽ. അതിൻ്റെ 11-ാമത്തെ വാക്യം നോക്കിയാൽ, അവണ്ണം നിങ്ങളും പാപസംബന്ധമായി മരിച്ചവരെന്നും ക്രിസ്തുയേശുവിൽ ദൈവത്തിന് ജീവിക്കുന്നവരെന്നും നിങ്ങളെ തന്നെ എണ്ണുവീൻ. കൗണ്ട് യുവർ സെൽഫ്. ഹല്ലേലൂയ. നിങ്ങൾ ആരാന്നാ നിങ്ങളെ തന്നെ എണ്ണേണ്ടത്? പാപസംബന്ധമായി നിങ്ങൾ മരിച്ചവരാ. ഇനി നിങ്ങൾ ക്രിസ്തുയേശുവിനായി ജീവിക്കുന്നവരാണെന്ന് നിങ്ങളെ തന്നെ നിങ്ങൾ എണ്ണണം. ആദ്യം നിങ്ങൾ അറിയണം ഞാൻ ആരാണ്, എൻ്റെ പൊസിഷൻ എന്താണെന്ന്. രണ്ടാമത് നമ്മളെ തന്നെ എണ്ണണം. ഞാൻ പാപസംബന്ധമായിട്ട് മരിച്ച വ്യക്തിയാണ്, എനിക്കിനി അതിൽ തുടരാൻ പറ്റില്ല, ഞാൻ ഇനി ജീവിക്കേണ്ടത് ക്രിസ്തുയേശുവിനായിട്ടാണ്. ഹല്ലേലൂയ. അത് മാത്രമല്ല, 16-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ പറയുകയാണ്, നിങ്ങൾ ദാസന്മാരായി അനുസരിക്കുവാൻ നിങ്ങളെ തന്നെ സമർപ്പിക്കുകയും നിങ്ങളെ അനുസരിച്ച് പോരുകയും ചെയ്യുന്നവന് ദാസന്മാരാകുന്നു എന്ന് ഇനി അറിയുന്നില്ലയോ? അപ്പോൾ നിങ്ങളെ തന്നെ സമർപ്പിക്കണം. ഈൽഡ് യുവർ സെൽഫ് ടു ക്രൈസ്റ്റ്. ഹല്ലേലൂയ. നമ്മളെ തന്നെ നമ്മൾ എണ്ണണം, ഒപ്പം സമർപ്പിക്കണം. നമ്മളെ തന്നെ സമർപ്പിക്കണം. ബ്രദറെ, ഇതൊക്കെ നടക്കുമോ? ഈ ലോകത്തിൽ നമ്മളിങ്ങനെ ഈ കഷ്ടതയിലും ദുഃഖത്തിലും നമ്മുടെ വ്യസനത്തിലും ബുദ്ധിമുട്ടിലും ആവലാതിയിലും ഒക്കെ പെട്ട് ജീവിക്കുമ്പോൾ ഇതൊക്കെ നടക്കുമോ എന്ന് ചോദിച്ചാൽ, വിശുദ്ധ വചനം പറയുന്നത് നടക്കണം. അവസാന ശ്വാസം വരെയും, നമ്മുടെ കർത്താവിൻ്റെ വരവ് വരെയും നടക്കണം. അതുകൊണ്ടാണ് കർത്താവ് വിളിക്കുന്നത്, ഇത് ചെറിയ ആട്ടിൻകൂട്ടമേ. ഞാൻ കഴിഞ്ഞ ദിവസം യൂദായുടെ ലേഖനം പഠിപ്പിച്ചപ്പോൾ, മിസ്രൈമിൽ നിന്ന് എത്രയോ പേര് പോന്നു. കടന്ന് എത്ര പേരാ? 2 പേരാ കടന്നു. അത്രയും പോന്നതല്ലേ, 3 ആളാക്കത്തില്ലായിരുന്നു. എത്രയോ ലക്ഷം പോന്നതാ അവിടുന്ന്. 2 പേരെ മാത്രമേ ഉള്ളൂ. 3 പേരെ കിടത്താൻ ഞാൻ എന്താ കർത്താവ്? എൻ്റെ പ്രിയരെ, നമ്മുടെ ദൈവം നീതിമാനും വിശ്വസ്തനും. അവൻ നീതിമാനായ ദൈവമാണ്.
നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ ഭൂമിയിലുള്ള എല്ലാ മനുഷ്യരും മരിച്ച് നരകത്തിൽ പോയാലും നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവ്, നമ്മുടെ വിശ്വസ്തനായ ദൈവം നീതിമാനായി നിലനിൽക്കുന്നു. കാരണം വാട്ട് ഡു വി ഡിസേർവ്? നമ്മൾ ഡിസേർവ് ചെയ്യുന്നത് നിത്യതയല്ല പ്രിയരെ. ബൈ ബർത്ത് വി ഡോണ്ട് ഡിസേർവ് ഇറ്റ്. ഇറ്റ്സ് ബൈ ഗ്രേസ് ദാറ്റ് വി ഡിസേർവ്. ദൈവത്തിൻ്റെ കൃപയാൽ നമ്മൾ ഡിസേർവ് ആയിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി തീരണം. നമ്മുടെ മരണം വരെ പതിവായി നടക്കണം. വല്ലപ്പോഴും നടക്കുന്ന കാര്യത്തെക്കുറിച്ചല്ല പറഞ്ഞ, ദിവസവും നടക്കണം. എനിക്കറിയാം അതിലൊക്കെ വീഴ്ചകളും താഴ്ചകളും ഒക്കെ ഉണ്ടാവും. ഹല്ലേലൂയ. പക്ഷെ അവിടുന്ന് നമുക്ക് എഴുന്നേൽക്കുവാനായിട്ടുള്ള ഒരു മനസ്സുറപ്പുണ്ടായിരിക്കണം. മനസ്സിലായോ? അതുകൊണ്ട് ആ വചനം, വി നീഡ് ടു ലേൺ ദ ഓൾ കൗൺസിൽ ഓഫ് ഗാഡ്. വീഴ്ചകളും താഴ്ചകളും ഉണ്ടാവും, പക്ഷെ അവിടുന്നൊക്കെ എഴുന്നേറ്റ് പിന്നെയും മുന്നേറുവാനായിട്ടുള്ള ആഗ്രഹം ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഈ വിശുദ്ധീകരണത്തിൽ നമുക്ക് മുന്നേറണമെങ്കിൽ ഇത് പതിവായി തീരണം. നമ്മുടെ ജീവിതത്തിൽ പതിവായി തീർന്ന കാര്യമായെങ്കിൽ മാത്രമേ നമുക്ക് മുന്നേറുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അതാണ് 6-ാം അധ്യായം. ഞാൻ 2 കാര്യങ്ങളാണ് പറഞ്ഞത്. 10 വരെയുള്ള വാക്യങ്ങളിൽ പൊസിഷണൽ സാങ്ക്ടിഫിക്കേഷൻ, 11 മുതൽ 23 വരെയുള്ള വാക്യങ്ങളിൽ പ്രാക്ടിക്കൽ പ്രോഗ്രസീവ് സാങ്ക്ടിഫിക്കേഷൻ എങ്ങനെയാണ് നമുക്ക് ഈ ആത്മീയ ജീവിതത്തിൽ അല്ലെങ്കിൽ വിശുദ്ധീകരണത്തിൽ നമുക്ക് മുന്നേറുവാനായിട്ട് സാധിക്കും. 7-ാമത്തെ അധ്യായം മുഴുവനും പറയുന്നത്, sometimes sanctification becomes powerless. ബ്രദറെ, ചിലപ്പോൾ എത്ര ശ്രമിച്ചിട്ടും മുന്നേറാൻ പറ്റാതെ ന്യൂട്രലായി പോകുന്നൊരവസ്ഥയുണ്ട്. അതെന്താ? അതാണ് 7-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്. എവിടെയാണ് നമുക്ക് തെറ്റിപ്പോകുന്നത്? വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എൻ്റെ പ്രിയരായ 7-ാം അധ്യായം. നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്, ഇതിങ്ങനെയല്ലല്ലോ ഞാൻ ചെയ്യേണ്ടത്, ഇങ്ങനെയല്ലല്ലോ ഞാൻ മുന്നേറേണ്ടത്, ഞാനിത് മാറ്റിയാൽ എനിക്ക് മുന്നേറാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നുള്ള ബോധ്യം ഉണ്ടാവുന്നു. അതാ 7-ാം അധ്യായത്തിൽ അപ്പോസ്തലൻ അതായത് ഞാൻ പ്രതീക്ഷിച്ചതുപോലെ കാര്യങ്ങൾ നടക്കുന്നില്ല, പലതും ഞാൻ ചെയ്യുന്നുണ്ട്, പക്ഷെ മുന്നേറ്റം ഉണ്ടാവുന്നില്ല. ആത്മീയ ജീവിതത്തിൽ വിശുദ്ധീകരണത്തിൽ ഒരു വളർച്ച ഉണ്ടാവുന്നില്ല. മുരടിച്ച അവസ്ഥയാണ്. കാര്യങ്ങൾ ചെയ്യാനിട്ടൊന്നുമല്ല. ഹല്ലേലൂയ. ഞാനിത് പറയുമ്പോൾ ഡോണ്ട് തിങ്ക് ദാറ്റ് ഞാൻ കള്ളു കുടിക്കാൻ പോയത് കൊണ്ടോ അല്ലെങ്കിൽ മദ്യശാലയിൽ പോയത് കൊണ്ടോ അങ്ങനെ അതൊന്നും അല്ല ഉദ്ദേശിക്കുന്നത്. ഒരു ദേവദാസൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സെൽഫ് വേറൊരു വാക്കാണ് അതിന് ഉദ്ദേശിച്ചത്. അതിനകത്ത് ആ അവസാനത്തെ വാക്യം കഴിഞ്ഞാൽ നമുക്ക് സെൽഫ് കിട്ടുമെന്ന് പറഞ്ഞു. പണ്ട് നമ്മൾ ചിന്തിച്ചിരുന്ന എന്താ, ഞാൻ ആ വാക്ക് മറന്നുപോയി. പണ്ട് നമ്മൾ ചിന്തിച്ചാൽ ആരൊക്കെയോ ആണെന്നായിരുന്നല്ലേ, ആരൊക്കെയോ ആണെന്നായിരുന്നു. രക്ഷിക്കപ്പെട്ട് ദൈവജനത്തിന് മുമ്പിലേക്ക് വന്നപ്പോഴാണ് നമ്മൾ ആരുമല്ല എന്ന് മനസ്സിലായത്. രക്ഷിക്കപ്പെട്ട് നമ്മൾ ആ വിശുദ്ധീകരണത്തിൻ്റെ കുറേ പാത അങ്ങ് ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ പണ്ട് വിട്ട് കളഞ്ഞ സാധനം കയറി വന്നു. എന്താ? ഞാൻ സെൽഫ് കയറി വന്നു. അല്ലാതെ നമ്മൾ വിട്ട് കളഞ്ഞ കള്ളുടി നിർത്തി കള്ളുടിക്കാൻ പോയെന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു, നമ്മൾ അതൊന്നും ചെയ്യുന്നില്ല, എന്നിട്ടും എന്താ എനിക്ക് മുന്നേറ്റം വരാത്തത്? നമ്മൾ അങ്ങനെയാണ് അതിനെ നമ്മൾ മാച്ച് ചെയ്ത് നോക്കുന്നത്. ഞാനത് വിട്ടാണല്ലോ, ഞാനിപ്പം അതൊന്നും ഇല്ലല്ലോ എൻ്റെ ജീവിതത്തിൽ, പിന്നെ എന്തുകൊണ്ട് ഞാൻ മുന്നേറുന്നില്ല? അപ്പോൾ ഈ 7-ാമത്തെ ഈ അധ്യായം പഠിക്കുമ്പോൾ മനസ്സിലാവും എന്തുകൊണ്ടാണ് എനിക്ക് മുന്നേറ്റം തടസ്സമായിട്ട് നിൽക്കുന്നതെന്നുള്ളത്. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ട്. നമുക്ക് ആ 7-ാമത്തെ അധ്യായം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുമ്പോൾ മനസ്സിലാവും എന്താ തടസ്സം. ഞാൻ രക്ഷിക്കപ്പെട്ട് വിശുദ്ധ ജീവിതം തുടങ്ങി പല കാര്യങ്ങളും ചെയ്ത് വന്നപ്പോൾ കുറെ കഴിഞ്ഞപ്പോൾ ഇതൊക്കെ ഒരു ടൈം ടേബിളിന്റെ ഭാഗമായിപ്പോയി, ഒരു പ്രമാണം പോലെ ആയിപ്പോയി. കണ്ടോ? അത് ആ 7-ാം അധ്യായത്തിൽ ന്യായപ്രമാണം, ഇടയ്ക്ക് ആ 7-ാം അധ്യായം നിങ്ങൾ വായിച്ചിട്ട് നിങ്ങൾക്കറിയാം, ന്യായപ്രമാണം പോലെ ആയിപ്പോയി.
ന്യായപ്രമാണത്തിനുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികൾ ചെയ്യുന്നവന് ഇത് തന്ന ദൈവവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. രക്ഷിക്കപ്പെട്ടു, ക്രിസ്തീയ ജീവിതം കൃപയിൽ തുടങ്ങി, കുറെ കഴിഞ്ഞപ്പോൾ ബന്ധം പോയി. ഈ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളോടായി എൻ്റെ ബന്ധം. അത് നമുക്കറിയാതെ പറ്റിപ്പോകുന്ന, അല്ലെങ്കിൽ നമ്മൾ അറിയാതെ നമ്മൾ ഡീവിയേറ്റഡ് ആയി പോകുന്ന ഒരു ഏരിയ ആയത്. ഹല്ലേലൂയ. ന്യായപ്രമാണം, നമ്മൾ പള്ളിയിൽ ചർച്ചിൽ പോകുന്നു, പിന്നെ ചർച്ചിൽ ഞാൻ എല്ലാ ആഴ്ചയും പോകുന്നുണ്ട്, ഉപവാസപ്രാർത്ഥന ഓടുന്നുണ്ട്, ടൈത്ത് കൊടുക്കുന്നുണ്ട്, കർമ്മേശം എടുക്കുന്നുണ്ട്, കൈവക്കുന്നുണ്ട്, കൈയിടിക്കുന്നുണ്ട്, പാട്ട് പാടുന്നുണ്ട്, അന്യഭാഷയൊക്കെ പറഞ്ഞു നോക്കുമ്പോൾ അന്യഭാഷയൊക്കെ ഏകദേശമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഓക്കെ, അപ്പം ഞാൻ പെർഫെക്റ്റാ. ഹല്ലേലൂയ. ഒന്നുകിൽ നമ്മൾ 5-ാം അധ്യായം പഠിച്ചില്ലേ, ഒന്നുകിൽ ആദാം അല്ലെങ്കിൽ യേശു കർത്താവ്. ഇത് രണ്ടിൻ്റെ ഇടയ്ക്ക് ഒരു പൊസിഷൻ എടുക്കാൻ പറ്റില്ല എൻ്റെ പ്രിയരെ. കുറേ കഴിയുമ്പോൾ ഇത് രണ്ടിൻ്റെയും കൂടെ മിഡിൽ പൊസിഷനായി പോകും. ഞാനിത് പറയുമ്പോൾ നമ്മൾ ചിന്തിച്ചോണം, ഒരുപക്ഷെ നിങ്ങളും അങ്ങനെ വന്നു. നമ്മുടെ ഈ ഗ്രാഫ് എന്ന് പറയുന്നത് ഇതിങ്ങനെ അപ്പ് ആൻഡ് ഡൗൺ ആണ്. നമ്മുടെ ഈ ക്രിസ്തീയ ജീവിതത്തിൻ്റെ, ആത്മീയ ജീവിതത്തിൻ്റെ ഗ്രാഫ് അപ്പ് ആൻഡ് ഡൗണിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇടയ്ക്ക് സ്ട്രോങ് ആവും. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും കുടുംബജീവിതത്തിൻ്റെ ആ ഒരു ഇമ്പോർട്ടൻസിനെ കുറിച്ച് ഹൈലൈറ്റ് ചെയ്യുന്നു. അപ്പോൾ 7-ാം അധ്യായം ഇതിനെക്കുറിച്ചാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് നമുക്ക് സാങ്ക്ടിഫിക്കേഷൻ ചില സമയത്തൊക്കെ പവർലെസ് ആയി പോകും. നമ്മൾ ഇന്ന് അല്പം നേരത്തെ 8:15 ആകുന്നതിന് മുമ്പ് തന്നെ നമ്മൾ നിർത്തും. അതുകൊണ്ട് അടുത്ത 8-ാമത്തെ അധ്യായത്തിന് എന്താണെന്ന് കൂടെ പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. 8-ാമത്തെ അധ്യായത്തിൽ പെർഫെക്റ്റ് സാങ്ക്ടിഫിക്കേഷനെ കുറിച്ചാണ് പറയുന്നത്. പെർഫെക്റ്റ് 8-ന്റെ 14-ാമത്തെ വാക്യം എന്ന് വായിച്ച് 8-ന്റെ 14. അതാ ഞാൻ പറഞ്ഞത്. പെർഫെക്റ്റ് സാങ്ക്ടിഫിക്കേഷൻ ഉദ്ദേശിക്കുന്നത് പിന്നെ നമുക്ക് വളരാൻ പറ്റാത്ത, നമ്മൾ പെർഫെക്റ്റ് ആയി കർത്താവിനെ പോലെ ആയെന്നുള്ളതല്ല. നമ്മൾ ആത്മാവിനാൽ നയിക്കപ്പെടുന്ന, ദൈവാത്മാവിനാൽ നടത്തപ്പെടുന്നവനെല്ലാം ദൈവത്തിൻ്റെ മക്കൾ. ആ ഒരു ലെവലിലേക്ക്, അതാ പെർഫെക്റ്റ് സാങ്ക്ടിഫിക്കേഷൻ. ആ ഒരു തലത്തിലോട്ട് നമ്മൾ എത്തുന്ന ഒരവസ്ഥ അത് ഈ ഭൂമിയിലായിരിക്കുമ്പോഴും ഉണ്ട് പ്രിയരേ. അതുകൊണ്ട് അങ്ങനെ അവിടെ എഴുതി വച്ചിരിക്കുന്നത് ലെഡ് ബൈ ദ ഹോളി സ്പിരിറ്റ്. അതല്ലേ നിക്കോദെമോസിനോട് കർത്താവ് പറഞ്ഞത്, ആത്മാവിനാൽ നടത്തുന്നവൻ അവനെ ആർക്കും വിവേചിക്കാൻ കഴിയില്ല, അവൻ കാറ്റുപോലെയാകുന്നു. അല്ലേ? അങ്ങനെയല്ലേ? നിക്കോദെമോസ് യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം വായിച്ചാല്, 3-ാം അധ്യായത്തിന്റെ ഹല്ലേലൂയ 3-ന്റെ അതിൻ്റെ 7, നിങ്ങൾ പുതുതായി ജനിക്കണമെന്ന് ഞാൻ നിങ്ങളോട് പറയുകയാൽ ആശ്ചര്യപ്പെടുകയാണ്. കാറ്റ് ഇഷ്ടമുള്ളിടത്തേക്ക് വന്നു, അതിൻ്റെ ശബ്ദം നീ കേൾക്കുന്നു, എങ്കിലും അത് എവിടെ നിന്ന് വരുന്നു എന്ന് എവിടേക്ക് പോകുന്നു നീ അറിയുന്നില്ല. ആത്മാവിനാൽ ജനിച്ചവരെല്ലാം അതുപോലെയാകുന്നു. ആത്മാവിനാൽ നടത്തപ്പെടുന്ന ഒരു ജീവിതം, അതാ പെർഫെക്റ്റ് സാങ്ക്ടിഫിക്കേഷൻ. ഹല്ലേലൂയ. ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ഇതാണ് എൻ്റെ പ്രിയരെ, ഒരു പെർഫെക്റ്റ് സാങ്ക്ടിഫിക്കേഷനിൽ ആത്മാവിനാൽ നടത്തപ്പെടുന്ന മക്കളായി തീരുവാൻ, ആത്മാവ് നിയന്ത്രിക്കുന്നിടത്തേക്ക് പോകുവാൻ, ആത്മാവ് നിയന്ത്രിക്കുന്ന കാര്യങ്ങൾ ചെയ്യുവാൻ, ആത്മാവിൻ്റെ ശബ്ദം കേൾക്കുന്നവരായി തീരുവാൻ, നമ്മുടെ തീരുമാനങ്ങളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഇഷ്ടം, ദൈവത്തിൻ്റെ ഹിതം, ദൈവത്തിൻ്റെ ഇഷ്ടം എന്തെന്ന് തിരിച്ചറിവുള്ളവരായി തീരുവാൻ, അത് കേൾപ്പാൻ, അതിന് മനസ്സിലാക്കാൻ പ്രാപ്തിയുള്ളവരായി തീരുന്ന ഒരു അവസ്ഥയുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഈ 3 അധ്യായങ്ങളിൽ ഈ 3 കാര്യങ്ങളാണ് അപ്പോസ്തലൻ വിവരിക്കുന്നത്. ഇത് നമ്മൾ ഓരോന്നെടുത്ത് തുടർന്നുള്ള ആഴ്ചകളിൽ ചിന്തിക്കും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അധ്യായങ്ങളാണ് എൻ്റെ പ്രിയരെ. കഴിവതും നമുക്ക് ഈ ക്ലാസ്സുകൾ നമുക്ക് നഷ്ടപ്പെടാതെ, മിസ് ആകാതെ നമ്മൾ നോക്കണം. കാരണം നമ്മൾ ഞാൻ പറഞ്ഞില്ല, അറിവ് നമ്മളത് അറിയുമ്പോഴാണ് നമ്മൾ എങ്ങനെയായിരിക്കണം എന്ന് മനസ്സിലാക്കുന്നത്. അതിനാ ദൈവം, അതെ, ക്രിസ്ത്യൻ റിലീജിയനെ കുറിച്ച് കർത്താവ് പറയുന്നത് ഇറ്റ്സ് എ ടീച്ചിങ് റിലീജിയൻ എന്നാണ് പറയുന്നത്. ഇത്
കർത്താവ് വന്നിട്ട് എന്താ ചെയ്ത് പഠിപ്പിക്കുകയല്ലോ ചെയ്ത്. ശിഷ്യന്മാരോട് എന്താ പറഞ്ഞത്? നിങ്ങളും പോയി പ്രസംഗിക്കുവിൻ, പഠിപ്പിക്കുവിൻ. നമുക്കുള്ള എന്താ നമ്മളോടും പറഞ്ഞിരിക്കുന്ന കൽപ്പനയാണ്, നമ്മളും പോയി പഠിപ്പിക്കുക. ഹല്ലേലൂയ. 3-ാം അധ്യായത്തിൻ്റെ ഞാൻ ഒരു കമ്പാരിസൺ ഒന്ന് വേഗം 2-3 മിനിറ്റ് പറഞ്ഞ് അവസാനിപ്പിക്കാം. 3-ാം അധ്യായത്തിൻ്റെ 21 മുതൽ 5-ാം അധ്യായത്തിൻ്റെ 21 വരെ ഞാൻ പറഞ്ഞു നീതീകരണത്തെക്കുറിച്ച്. നിങ്ങളൊരു കോളം വരച്ചാൽ 3-ന്റെ 21 മുതൽ 5-ന്റെ 21 ഒരു കോളത്തിലും 6, 7, 8 അധ്യായങ്ങൾ മറ്റൊരു കോളത്തിലും വരച്ചാൽ 3-ാം അധ്യായത്തിൻ്റെ 21 മുതൽ 5-ന്റെ 21 വരെ അപ്പോസ്തലൻ പറയുന്നത്, കർത്താവ് എനിക്ക് പകരമായി എൻ്റെ രക്ഷയ്ക്കായി മരിച്ചു, അത് ഞാൻ വിശ്വസിച്ചു, ഞാൻ ഏറ്റെടുത്തു, ഞാൻ നീതീകരിക്കപ്പെട്ടു. ഇതാ 3 മുതൽ 5 വരെയുള്ള അധ്യായങ്ങളിൽ പറയുന്നു. 6, 7, 8 അധ്യായങ്ങളിലേക്ക് വരുത്തുമ്പോൾ ഈ കർത്താവിൻ്റെ മരണ അടക്ക പുനരുത്ഥാനത്തോട് ഞാൻ ഏകീഭവിക്കുന്ന പ്രക്രിയ 6, 7, 8 അധ്യായങ്ങൾ. കർത്താവിൻ്റെ മരണ അടക്ക പുനരുത്ഥാനം ചരിത്രമായിട്ട് നിൽക്കുമ്പോൾ അതെൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായി തീരുന്നത് 6, 7, 8 അധ്യായങ്ങൾ. ഹല്ലേലൂയ. അതെൻ്റെയും കൂടെ അനുഭവമായി തീരുകയാണ്. ഞാൻ അതുമായിട്ട് ഐഡന്റിഫൈ ചെയ്യുക, ഞാൻ അതുമായിട്ട് ഒന്നാകുന്നത് എങ്ങനെയാണെന്ന 6, 7, 8 അധ്യായങ്ങളിൽ അപ്പോസ്തലൻ വിവരിക്കുന്നത്. 3, 4, 5 അധ്യായങ്ങളിൽ നാം കർത്താവിനെ നമ്മുടെ ഒരു അക്സെപ്റ്റൻസാണ് കാണുന്നത്. ഞാൻ കർത്താവിനെ ഏറ്റുപറഞ്ഞ് സ്വീകരിക്കുകയാണ്. 6, 7, 8 അധ്യായങ്ങളിൽ ഐഡന്റിഫിക്കേഷനാണ്. ഞാൻ കർത്താവുമായിട്ടുള്ള ഐഡന്റിഫൈ ചെയ്യുക, എന്നെ കർത്താവുമായിട്ട് ഞാൻ ഒന്നായിട്ട് ഐഡന്റിഫൈ ചെയ്യുക, കർത്താവിനോട് ഞാൻ ചേരുകയാണ്. 3, 4, 5 അധ്യായങ്ങളിൽ കർത്താവ് എനിക്ക് വേണ്ടി മരിച്ചെങ്കിൽ 6, 7, 8 അധ്യായങ്ങളിൽ അപ്പോസ്തലൻ പറയുന്നത് ഞാനും മരിച്ചു. ഞാനും മരിച്ചെന്ന് വെച്ചാൽ എൻ്റെ പഴയ മനുഷ്യൻ, പഴയ സെൽഫ് മരിച്ചു. ഇനി ഞാനല്ല, അങ്ങാകുന്നു എന്നിൽ ജീവിക്കുന്നത്. ഇതാ 6, 7, 8 അധ്യായങ്ങളിൽ നമ്മൾ പറയുന്നത്. ഹല്ലേലൂയ. കർത്താവ് എനിക്ക് വേണ്ടി മരിച്ചു, ഇനി ഞാൻ കർത്താവിനായി ജീവിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ 3, 4, 5 അധ്യായങ്ങളിൽ കർത്താവിൻ്റെ നീതി നമ്മളിലേക്ക് ഇംപ്യൂട്ട് ചെയ്യുകയായിരുന്നു, നമ്മളിലേക്ക് പകരുകയായിരുന്നുവെങ്കിൽ 6, 7, 8 അധ്യായങ്ങളിൽ ഈ നീതി നമ്മൾ ഇമ്പാർട്ട് ചെയ്യുക, ജീവിതത്തിൻ്റെ ഭാഗമാക്കുകയാണ്. 3, 4, 5 അധ്യായങ്ങളിൽ നമ്മൾ ദൈവം തന്ന കൃപയാൽ ആ നീതി നമ്മൾ സ്വീകരിച്ചു. 6, 7, 8 അധ്യായങ്ങളിലൂടെ ഞാനതങ്ങനെ എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുന്നു. ഈ നീതീകരണം, ഞാൻ ലഭിച്ച ഈ നീതീകരണം കർത്താവിൽ നിന്ന് ഒരു നീതിയില്ലായിരുന്നു, എനിക്കൊരു വിശുദ്ധിയില്ലായിരുന്നു, എനിക്ക് എൻ്റെ അക്കൗണ്ടിൽ ഒന്നുമില്ലായിരുന്നു. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ ഈ ലോകത്തിലെ മണി ട്രാൻസ്ഫർ വെച്ചു എൻ്റെ അക്കൗണ്ടിൽ ഇല്ലായിരുന്നു, പാപം മാത്രമേ ഉണ്ടാകും, 0 മാത്രമേ ഉണ്ടാകുള്ളൂ. എൻ്റെ അക്കൗണ്ടിലേക്ക് 1,00,000 രൂപ ഒരാൾ ഇട്ടു. ആ 1,00,000 രൂപ ഇട്ടിട്ട് അത് 1,00,000 രൂപ ഉണ്ടെന്ന് ഓർത്ത് ഇങ്ങനെ വെച്ചോണ്ടിരിക്കാനല്ല, അത് ഞാനെടുത്ത് ഉപയോഗിക്കുകയാണ്. അതെങ്ങനെയാണ് ഉപയോഗിക്കണമെന്നാ 6, 7, 8 അധ്യായങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ. മനസ്സിലായോ? നമ്മളങ്ങനെ അത് മനസ്സിലാക്കുമ്പോൾ ഹല്ലേലൂയ നമുക്കത് മനസ്സിലാവും എങ്ങനെയാണ്. അതാണ് ഈ 6, 7, 8 അധ്യായങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട്. ഇവിടെ ഇതിനകത്തൊരു പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ ദൈവം നമ്മളെ ഫ്രീ വില്ലുള്ളവരായിട്ടാണ് ദൈവം നമ്മളെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ചെയ്യണം. അതുകൊണ്ട് അപ്പോസ്തലനായ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നത് വർക്കൗട്ട് യുവർ സാൽവേഷൻ. വർക്കൗട്ട്. നീതിമാൻ തന്നെ ഇനിയും വിശുദ്ധീകരിക്കട്ടെ. ഇത് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. ലേവ്യ പുസ്തകം വായിക്കുമ്പോൾ കർത്താവിനെ കുറിച്ച് പറയുന്നത്, ലേവ്യ പുസ്തകം വേണ്ട, നമുക്ക് FAC ലേഖനം 5:1 വായിച്ചാൽ 2 വിശേഷണത് കാണാം. അതോടെ പറഞ്ഞ് അവസാനിച്ച് നമുക്ക് നിർത്താം. FAC ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം വായിച്ചാൽ, ആകയാൽ പ്രിയ മക്കളെന്ന പോലെ ക്രിസ്തുവും നിങ്ങളെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി തന്നെത്താൻ ദൈവത്തിന് സൗരഭ്യവാസനയായ എന്താ വഴിപാടും യാഗവും
2 വാക്കുണ്ടോ? വഴിപാട്. യാഗം എത്ര എണ്ണം ഉണ്ട് പഴയ നിയമത്തിൽ, ലേവ്യ പുസ്തകത്തിൽ? 5 എണ്ണം ഉണ്ടെന്ന് തോന്നുന്നു, പക്ഷെ 2 എണ്ണേ ഉള്ളൂ. പാപയാകവും അകൃത്യയാകവും. മറ്റത് 3 എണ്ണം വഴിപാടാ. ഭോജനയാഗം, സമാധാനയാഗം, ഹോമയാഗം. അത് വഴിപാടാണ്. എന്ന് വെച്ചാൽ യാഗം എന്നുള്ളത് കമ്പൾസറിയാണ്. വഴിപാടെന്നുള്ളത് ഇഫ് യു വിഷ്. ഞാൻ പറഞ്ഞു മനസ്സിലായോ? ഹല്ലേലൂയ. ഈ 2 കാര്യങ്ങൾ നമ്മൾ കർത്താവിൽ കാണും. നമുക്കൊരു ഫ്രീ വില്ലുണ്ട്. അപ്പം നമ്മുടെ ഈ ഫ്രീ വില്ലിൽ നിന്ന് നമ്മൾ തിരഞ്ഞെടുത്ത് നമ്മൾ ഇഷ്ടപ്പെട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. ഹല്ലേലൂയ. പക്ഷെ നമുക്ക് അതിനുള്ള റിസോഴ്സസും പരിശുദ്ധാത്മാവിൻ്റെ എല്ലാ സഹായവും ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. നമ്മളത് ഉപയോഗിച്ച് ദൈവത്തിനായിട്ട് നമ്മൾ നമ്മുടെ ഈ വിശുദ്ധീകരണ പ്രക്രിയ പൂർത്തീകരിക്കണം. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായവരുള്ളവരെ നിങ്ങൾ എൻ്റെ അടുക്കൽ വന്ന് പഠിപ്പിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. എൻ്റെ നുകം. പക്ഷെ നിങ്ങൾക്ക് നുകം ഇല്ല എന്നല്ല പറഞ്ഞു, നിങ്ങൾക്ക് നുകം ഉണ്ട്. നുകം പൂർണ്ണമായി മാറ്റിയെന്നല്ല, നിങ്ങൾക്ക് എൻ്റെ നുകം മൃദുവും ലഘുവുമാണ്. കാരണം എന്താ? ഇത് നിങ്ങൾ തന്നെയല്ല ചുമക്കുന്നത്, ഞാനും കൂടെ ഉണ്ട്. നുകത്തിന് 2 കാളയുള്ള, ഒരു കാള നിങ്ങളാണേ, ഒന്ന് ഞാനാണ്. നമ്മൾ 2ഉം കൂടെ ഇത് വലിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് പറ്റും. ഇത് ലഘുവാണ്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഹാലെ. അവിടെ കണ്ണുകൾ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. പരിശുദ്ധനെ സ്വർഗ്ഗ